അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റിലേക്ക് വരികയാണ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടം എന്ന പാർട്ടി കോൺഗ്രസ് നിലപാട് പോലും എവിടെയും എത്തിയില്ലെന്നാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ബംഗാളിലും ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഒഡീഷയിലും അങ്ങനെ 4-5 സംസ്ഥാനങ്ങളിൽ ഒരു കൺവെൻഷൻ നടന്നു എന്നതിനപ്പുറത്തേക്ക് പാർട്ടി പ്രവർത്തകരിലേക്ക് പോലും ഈ ആശയം കൃത്യമായി എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് പാർട്ടി പ്രവർത്തകർ ഇത് അറിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മുകളിലിരുന്ന് ഇതേ വഴിയിലൂടെ സഞ്ചരിക്കാനാവില്ല. ചിലപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും താഴെ തട്ടിലേക്ക് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. വർഗീയത തുലയട്ടെ എന്ന് വലിയൊരു ബാനറിൽ എഴുതി വെച്ചിട്ട് ആ ചെറുപ്പക്കാരനെ കൊന്ന ആളിനെ പിടികൂടാൻ പോലും നിങ്ങളുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നോർക്കണം. അപ്പോൾ വാക്കുകളിൽ, ചുവരുകളിൽ, ബാനറുകളിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ പലയിടത്തും. അല്ലെങ്കിൽ പറയൂ, വർഗീയതയ്ക്കെതിരെ നിങ്ങൾ എന്ത് പോരാട്ടം നടത്തിയെന്നാണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു ഇടതുപക്ഷ മനസ്സ് കാത്തുസൂക്ഷിക്കുന്ന ഒരു സമൂഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഇടതുപക്ഷ മനസ്സ് കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളതില്ല. കോൺഗ്രസിലും ആ ഇടതുപക്ഷ മനസ്സുള്ള ആളുകളുണ്ട്. ഇന്നിപ്പോ BJP അവകാശപ്പെടുന്നതും എന്റെ പ്രിയ സ്നേഹിതൻ വിലാസ് ബാബുവും BJPക്ക് വേണ്ടി നിരത്തിയ വാദമുഖങ്ങളിൽ അവർ വാസവദത്തയുടെ സദാചാര പ്രസംഗത്തിന്റെ തുല്യമായിട്ടുള്ളൊരു വാദമുഖങ്ങളാണ് അദ്ദേഹം നിർത്തിയിട്ടുള്ളത്. അദ്ദേഹം എന്നോട് വിയോജിക്കുമെങ്കിലും അദ്ദേഹം പറയുന്നത് BJP ആണ് സർവ്വവർഗീയതകളും ഇല്ലാത്ത രാഷ്ട്രീയ പ്രസിഡന്റ്. BJPയുടെ രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്തെന്ന് പൊതുജനത്തിന് അറിയില്ല എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി ആട്ടും തോലിട്ട ചെന്നായിയെ പോലെ പൊതുസമൂഹത്തിലേക്ക് വർഗീയത മാറ്റി വികസനമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് കേരളത്തിന് വേണ്ടി മാത്രം വർത്തമാനം പറയുന്നതിനു വേണ്ടി ഒരു പുതിയ സമീപനം, പുതിയ കാഴ്ചപ്പാട് ഇറക്കി എന്നുള്ളതിനപ്പുറം കോൺഗ്രസിനെയും CPM അതല്ലേ സംഭവിക്കുന്നത്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഊർജത്തോടെ അവർ നിലനിൽക്കുന്നു. BJP ഇല്ലാത്ത ഇടങ്ങളിൽ, ഭരിക്കാത്ത ഇടങ്ങളിൽ കൂടുതൽ വികസനം എന്ന വാക്ക് ആവർത്തിച്ചു പറഞ്ഞ് അത് നടപ്പിലാക്കാൻ കെൽപ്പുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ട് കൂടുതൽ സംസ്ഥാനങ്ങളിൽ BJP വ്യാപരിക്കുന്നു. അത് യാഥാർത്ഥ്യമല്ലേ? കേരളത്തിൽ അവർ പറഞ്ഞത് എന്താണ്? വികസിത ഭാരതമാണ് ഞങ്ങളുടെ അവിടുത്തെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞോട്ടെ പ്ലീസ്. വികസിത ഭാരതം, അത് ഞങ്ങൾ വികസിത കേരളമാക്കി ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും ഒക്കെ മാധ്യമങ്ങളുടെ നിരന്തര ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് എന്താ പറഞ്ഞത്? ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശബരിമല സ്വർണ്ണ കവർച്ച പോലും പൊതുജനത്തിനറിയാം, ആവർത്തിക്കുന്നില്ല. ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്ത് വികസിത അനന്തപുരി, തൃശ്ശൂരിൽ വികസിത തൃശ്ശൂർ, പാലക്കാട് വികസിത പാലക്കാട്, വികസിത ഗ്രാമങ്ങൾ. ആ വാക്കാണ് അവർ ഉച്ചരിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത്. അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത് പലയിടത്തും. നിങ്ങൾ കണക്കുകൾ ഇതുവരെ പരിശോധിച്ചില്ലയോ? അതോ നിങ്ങൾക്ക് കണ്ട കണക്കുകൾ ഇതുവരെയും NDAയുടെ കേരളത്തിലെ വിജയത്തെ സംബന്ധിച്ച് ഒരു കോർപ്പറേഷൻ ലഭിച്ചു എന്നുള്ളത് വലിയ കാര്യമായി. നിങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഒരു സ്ഥലത്തു മാത്രം കേന്ദ്രീകൃതമായി ഒരു കോർപ്പറേഷൻ, ഞാൻ അത് പറഞ്ഞല്ലോ, 20ഓ 22ഓ സീറ്റുകളിൽ 100-ൽ താഴെ മാത്രമാണ് വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോ അത് പറഞ്ഞുകൊണ്ട് വലിയ മേനി പറച്ചിലാ പറയുന്നത്. കയ്യിലുണ്ടായിരുന്ന പന്തളം പോയി, എന്നിട്ട് അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. 2 മുനിസിപ്പാലിറ്റി പാലക്കാട് ഏതു വിധിനെയും വലിച്ചു വന്നു എന്നുള്ളതിനപ്പുറം എന്താണ് NDAക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എന്ത് വികസന പ്രവർത്തനം? കേരളത്തിൽ നാളിതുവരെ ഇന്ത്യയിൽ കഴിഞ്ഞ 1 ദശാബ്ദത്തിലധികമായി ഇന്ത്യയെ ഭരണത്തിലിരിക്കുന്നത് BJP സർക്കാരാണല്ലോ. കേരളത്തോട് കാണിക്കുന്ന ചിറ്റമ്മ നയം എന്താ? കേരളത്തിൽ GST വന്നതിന് ശേഷം കേരളത്തിന് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള സാമ്പത്തിക വിഹിതങ്ങൾ നൽകുന്നില്ല, ഗ്രാന്റുകൾ നൽകുന്നില്ല എന്ന വാദമുഖം ഇടതുപക്ഷവും ഒരു പരിധിവരെ UDFും അംഗീകരിക്കുന്നതാണ്. എന്നിട്ടും നാളിതുവരെ അത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ ചർച്ചകൾക്ക് തയ്യാറാകുന്നതിന് പകരം ഇപ്പോഴും പറയുകയാണ് കേരളം ഇന്ത്യയിലല്ല, ഞങ്ങൾക്ക് അധികാരത്തിലെത്തിയാൽ മാത്രം, ഞങ്ങളെ നിങ്ങൾ ഏൽപ്പിച്ചാൽ മാത്രം കേരളം ഒരു വികസിത സ്വപ്നഭൂമിയായി മാറാൻ പോകുന്നു എന്ന വാഗ്ദാനം മാത്രമാണുള്ളത്. ഞങ്ങൾക്ക് മലയാളി എന്ന നിലയിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അർഹമായിട്ടുള്ള സാമ്പത്തിക വിഹിതമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. PM ശ്രീ പദ്ധതിയിലൂടെ വർഗീയ ഫാസിസ്റ്റ് സിലബസുകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെ നിരാകരിച്ചതാണോ വലിയ പരാജയത്തിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്? അതുപോലെ ഏതെങ്കിലും ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അതിനൊപ്പം പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണമെന്നും പ്രധാനമന്ത്രിയോട്, ഇപ്പൊ എന്താ മഹാത്മാഗാന്ധിയെ പോലും വേണ്ടെന്നായില്ലേ?
മഹാത്മാഗാന്ധിയുടെ പേര് പോലും നിങ്ങളെ ഭയപ്പെടുത്തുന്നു. അയ്യപ്പ സംഗമത്തിന് അയ്യപ്പനെ മൂലക്കിരുത്തി ആരുടെ മുഖമാണ് കാണിച്ചത്? മഹാത്മാഗാന്ധിയെ ഭയാണെന്നേ. ആ ഭയം ഇന്നും നിങ്ങൾ തുടരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഇപ്പോഴെങ്കിലും സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ദശാബ്ദം കഴിഞ്ഞിട്ടും ഒരു ഭരണത്തിലേറിയതിനു ശേഷം ലോകത്താകമാനം മാതൃകയായ അത് UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ഏറ്റവും വലിയ ആശയങ്ങളിലൊന്നായിരുന്നു ഗ്രാമീണ ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനു വേണ്ടി നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി. അതിന്റെ പേര് പോലും മാറ്റി അതിന്റെ ഘടനയാകെ തിരുത്തി മറിക്കുന്നതിന് ആ വിഷയമൊക്കെ നാളെ ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ ഈ വിഷയത്തിലേക്ക് വരും. സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ വിഷയമൊക്കെ ചർച്ച ചെയ്യാം. വരാം, നമുക്കത് കൂടുതൽ വ്യക്തത വരട്ടെ. ഇതിലേക്ക് വരൂ, ഈ വിഷയത്തിലേക്ക് വരൂ. ഞാൻ പറഞ്ഞത് അങ്ങ് പ്രധാനമന്ത്രിയുടെ ചിത്രം എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പ്രധാനമന്ത്രിയാണ്, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ശരി, നിങ്ങൾ അങ്ങനെയെങ്കിൽ എന്താ കാണിച്ചത്? പിണറായി ഭക്തസംഗമം അല്ലല്ലോ പമ്പയിൽ നടത്തിയത്, അയ്യപ്പ ഭക്തസംഗമമല്ലേ? ഒരു പൊട്ടുപോലെ, കറുത്തൊരു പൊട്ടുപോലെ ഫ്ലക്സിൻ്റെയും എല്ലാ ബോർഡുകളുടെയും പോസ്റ്ററുകളുടെയും മൂലയ്ക്ക് അയ്യപ്പനെ ഇരുത്തിയിട്ട് പിണറായി വിജയന്റെ മുഖമായിരുന്നില്ലേ വലുതാക്കി കാണിച്ചത്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആണെന്നുള്ളത് പോലെ തന്നെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്നുള്ള ബോധ്യം കൂടി നമുക്ക് വേണ്ടേ? ആ ബോധ്യം ഇല്ലാതെ പോകുന്നിടത്താണ് BJPയുടെ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്നുകൊണ്ട് കേരളത്തോട് വർത്തമാനം പറയുമ്പോൾ ഞങ്ങൾ അതെല്ലാം വെച്ചുമാറി ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം വികസനമാണെന്ന കപടത ഒഴിവാക്കൂ എന്നുള്ളതാണ്. കാരണം വികസനത്തിന്റെ ചരിത്രം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ട്, അതുകൊണ്ട് അവർ അത് ആവർത്തിക്കുന്നു. അത് ഞങ്ങൾ ഇവിടെയും തരാമെന്ന് പറയുന്നു. അത് സ്വാഭാവികമല്ലേ? രാഷ്ട്രീയമല്ലേ പറയുന്നത്? ആ രാഷ്ട്രീയത്തിന് വികസനത്തിന്റെ രാഷ്ട്രീയമാകുന്നു. അതിലെന്താണ് തെറ്റ്? അതൊരു നല്ല കാര്യമല്ലേ? അത് LDF-ന് പറയാം, അത് കോൺഗ്രസിന് പറയാം, ആർക്കും പറയാം. ഞാൻ അങ്ങയിലേക്ക് വരാം.